सर आईडी क्या कर रहे हैं? कैसा तिवारी? अभी तो चलता ही ठीक ठाक। अब तो तुम्हारी बेटी बहुत बड़ी हो गई होगी। तो हो गई। अभी तक 15 ही लोग आएंगे साहब। 15 को बुलाया तो क्या फौज? ये आपका जब मैं कल मेरे को क्या സാറേ ഇത് കള്ളവോട്ടല്ലേ നമുക്ക് തടഞ്ഞാലോ? ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ പോളിംഗ് ബൂത്തിൽ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹലോ ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിൽ വോട്ടെടുപ്പ് വേളയിൽ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാവുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളും അവയ്ക്ക് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുമാണ്. നമ്മൾ 6 കേസസ് ഇവിടെ പറയും. ആദ്യമായിട്ട് നമ്മളിപ്പോൾ കണ്ട വീഡിയോയ്ക്ക് അനുസരിച്ച് ഒരു വോട്ടർ വോട്ട് ചെയ്യാനായി വരുമ്പോൾ അയാളുടെ വോട്ട് മുൻപ് ചെയ്തിരിക്കുന്നുവെന്ന് മാർക്കഡ് കോപ്പിയിലും രജിസ്റ്റർ ഓഫ് വോട്ട്സിലും കാണുന്നുവെങ്കിൽ, മാത്രമല്ല യഥാർത്ഥ വോട്ടർ പറയുകയാണ് എനിക്കെൻ്റെ വോട്ട് ഇപ്പോൾ ചെയ്തേ മതിയാകൂ എന്നും, ഇങ്ങനൊരു സാഹചര്യം വന്നാൽ അയാളുടെ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടണം. യഥാർത്ഥ വോട്ടറാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടണം. വിവരങ്ങൾ ഫോം നമ്പർ 17B ലിസ്റ്റ് ഓഫ് ടെൻഡേഡ് വോട്ട്സിൽ ഉൾപ്പെടുത്തണം. വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ വാങ്ങണം. 17A രജിസ്റ്റർ ഓഫ് വോട്ടിൽ എഴുതരുത്. ഈ കേസിനെയാണ് നമ്മൾ ടെൻഡേഡ് വോട്ട് എന്ന് പറയുന്നത്. നേരത്തെ ആരോ വന്ന് ചെയ്തിട്ട് പോയി വോട്ട്. യഥാർത്ഥ വോട്ടർ വന്നപ്പോൾ തൻ്റെ വോട്ട് മുമ്പ് ആരോ ചെയ്തതായിട്ട് മനസ്സിലാക്കുകയും എങ്കിൽ യഥാർത്ഥ വോട്ടറെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന പരിപാടിയാണ് ടെൻഡേഡ് വോട്ട്. ഇദ്ദേഹത്തിൻ്റെ വോട്ട് വോട്ടിംഗ് മെഷീനിലല്ല ചെയ്യിക്കേണ്ടത്. വോട്ട് ചെയ്യുന്നതിനായി ടെൻഡേഡ് ബാലറ്റ് പേപ്പർ നൽകണം. 20 ടെൻഡേഡ് ബാലറ്റ് പേപ്പർ തന്നിട്ടുള്ളതിൽ നിന്നും ക്രമ നമ്പർ അനുസരിച്ച് ആദ്യത്തെ ബാലറ്റ് പേപ്പർ നൽകണം. ഈ ബാലറ്റ് പേപ്പറിൻ്റെ പുറകിൽ പ്രിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടെൻഡേഡ് ബാലറ്റ് പേപ്പർ എന്ന് എഴുതി പ്രിസൈഡിംഗ് ഓഫീസർ ഫുൾ സിഗ്നേച്ചർ ഇടണം. ഡിസ്റ്റിംഗ്വിഷിംഗ് മാർക്ക് സീൽ പതിപ്പിക്കുകയും വേണം. ചുവന്ന സ്റ്റാമ്പ് പാഡ് തന്നിട്ടുണ്ടെങ്കിൽ ആരോ ക്രോസ് മാർക്ക് അതിൽ മുക്കി ബാലറ്റ് പേപ്പറുമായി വോട്ടറെ വോട്ടിംഗ് കമ്പാർട്ടിലേക്ക് വിടണം. ബാലറ്റ് മടക്കേണ്ട വിധത്തിൽ മടക്കിക്കൊണ്ട് വരുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ അത് വാങ്ങി ഫോം നമ്പർ 17Bയിലുള്ള ലിസ്റ്റും ചേർത്ത് പ്രത്യേകം കവറിലാക്കി സൂക്ഷിക്കണം. പോളിംഗ് അവസാനിക്കുമ്പോൾ ഈ കവർ സീൽ ചെയ്യണം. ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചതിൻ്റെ കണക്ക് ഫോം നമ്പർ 17Cയിൽ ഐറ്റം നമ്പർ 9ൽ ഇതിൻ്റെ വിവരങ്ങളും ചേർക്കണം. വോട്ടെടുപ്പ് വേളയിൽ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാവുന്ന മറ്റൊരു സാഹചര്യമാണ് വോട്ടിംഗ് ബൈ ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം വോട്ടേഴ്സ്, അതായത് അന്ധരോ അവശരോ ആയ വോട്ടർമാരുടെ വോട്ട്. 18 വയസ്സ് പൂർത്തിയായ ഒരു സഹായിയെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെയുള്ള അന്ധരായ വോട്ടർമാരുടെ കൂടെ പോകാൻ അനുവദിക്കണം. വോട്ടർ പറയുന്ന ആൾക്കാണ് സഹായി വോട്ട് ചെയ്യേണ്ടത്. അന്ധത മൂലമോ അവശത മൂലമോ ഒരു വോട്ടർക്ക് ബാലറ്റ് യൂണിറ്റിലെ ചിഹ്നങ്ങൾ കാണാൻ കഴിയാതിരിക്കുകയോ വിരലമർത്തി വോട്ട് ചെയ്യാൻ കഴിയാതെ വരികയോ ചെയ്താൽ ആണ് ഇങ്ങനെ സഹായി അനുവദിക്കുന്നത്. ഈ ആവശ്യത്തിന് സഹായിയായ സ്ഥാനാർത്ഥി, ഏജന്റ് എന്നിവരെ അനുവദിക്കരുത്. പ്രിസൈഡിംഗ് ഓഫീസറോ മറ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരോ സഹായിയായി പോകുവാൻ പാടില്ല. സഹായി അന്നേ ദിവസം മറ്റ് പോളിംഗ് സ്റ്റേഷനിൽ സഹായി ആയിട്ടുണ്ടാവരുത്. ഒന്നിലധികം വോട്ടർമാരുടെ സഹായിയായി ഒരാളെ അനുവദിക്കുകയും ചെയ്യരുത്. 2 കൈയും ഉപയോഗിക്കാൻ കഴിവില്ലാത്ത വിധം അവശതയുള്ള വോട്ടറുടെ കാര്യത്തിൽ അയാളുടെ സഹായിക്ക് 17Aയിൽ ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം പതിപ്പിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സഹായിയുടെ ഒപ്പിനെ പറ്റി ഒരു കുറിപ്പ് എഴുതി ചേർക്കണം. സിഗ്നേച്ചർ ഓഫ് ഹെൽപ്പർ അല്ലെങ്കിൽ അയാളുടെ പേരെഴുതും. സഹായിയുടെ പ്രസ്താവന എഴുതി വാങ്ങണം. ഫോം നമ്പർ M18 ആണ്. വോട്ടറുടെ ഇടത് ചൂണ്ടുവിരൽ മഷി പുരട്ടണം. അതുകൂടാതെ സഹായിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിലും മഷി പുരട്ടണം. അന്തരം ആവശ്യമായ വോട്ടർമാരുടെ പട്ടിക ഫോം നമ്പർ 14Aയിൽ എഴുതി സൂക്ഷിക്കണം. പ്രസ്താവനയിലും ലിസ്റ്റിലും സഹായിയുടെ ഒപ്പും വാങ്ങണം. പ്രസ്താവനയും ലിസ്റ്റും അതിനുള്ള ചെറിയ കവറിലാക്കിയ ശേഷം നോൺ സ്റ്റാറ്റ്യൂട്ടറി എന്ന വലിയ കവറിലിട്ട് വെക്കണം. വോട്ട് ചെയ്യാൻ കമ്പാർട്ട്മെന്റിൽ പ്രവേശിക്കുന്ന സഹായികളുടെ വിവരം മാത്രം ഫോം നമ്പർ 14Aയിൽ ഉൾപ്പെടുത്തിയാൽ മതി. എന്നാൽ അവശനായ വോട്ടറെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിന് അടുത്തേക്ക് എത്തിക്കുകയും വോട്ടർ തന്നെ തന്റെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സഹായിയുടെ വിവരം ഫോം നമ്പർ 14Aയിൽ ചേർക്കേണ്ടതില്ല. ഇത്രയുമാണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്. സത്യം പറയണം, നിങ്ങൾ ആരാ? എപ്പോ കൊടുത്ത്? ഇന്ന് രാവിലെ. ആ പോയത് നമ്മുടെ അച്ചു അല്ലല്ലോ.
അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ. അത് നമ്മുടെ അച്ചോട്ടൻ തന്നെ. അടുത്തയായിട്ട് വോട്ട്സ് അണ്ടർ ചലഞ്ച്. വോട്ടറുടെ നിജസ്ഥിതിയെ പറ്റിയുള്ള തർക്കം. ഒരു വോട്ടർ ആൾമാറാട്ടം നടത്തിയെന്നോ സ്ഥാനാർത്ഥിയോ ഏജന്റോ തർക്കം ഉന്നയിച്ചേക്കാം. തർക്കം ഉന്നയിച്ച ആൾ തർക്കം ഉന്നയിക്കുന്നതിനുള്ള ഫീസ് ചലഞ്ച് ഫീസായ 2 രൂപ പണമായി നൽകിയ ശേഷം അല്ലാതെ പരിഗണിക്കേണ്ടതില്ല. 2 രൂപ സ്വീകരിച്ച ശേഷം നിശ്ചിത ഫോറത്തിലുള്ള രസീത് തർക്കം ഉന്നയിച്ച ആൾക്ക് നൽകണം. ആർക്കെതിരെയാണ് തർക്കം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തോട് ആൾമാറാട്ടത്തിനുള്ള ശിക്ഷയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയും വോട്ടർ പട്ടികയിലെ പ്രസക്തമായ ഉൾക്കുറിപ്പ് വായിച്ചു കേൾപ്പിക്കുകയും അതിനുശേഷം ഈ പറയുന്ന ആൾ താങ്കൾ തന്നെയാണോ എന്ന് ചോദിക്കുകയും ചെയ്യുക. തുടർന്ന് ഫോം നമ്പർ 14 അതായത് ലിസ്റ്റ് ഓഫ് ചലഞ്ച് വോട്ട്സിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതി ചേർത്ത് ഒപ്പിടുകയോ വിരലടയാളം പതിക്കുകയോ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യാൻ വിസമ്മതിച്ചാൽ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത്. തർക്കം ഉന്നയിച്ച ഏജന്റിനോട് അയാളുടെ അവകാശവാദം തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടണം. തർക്കം ഉന്നയിക്കപ്പെട്ട ആളെ വിളിച്ച് അയാൾ യഥാർത്ഥ വോട്ടർ ആണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടണം. ഇതിനിടയിൽ വില്ലേജ് ഓഫീസർ, BLO, നാട്ടുകാർ എന്നിവർ മുഖേന പ്രിസൈഡിംഗ് ഓഫീസർ അന്വേഷണം നടത്തണം. ഇനി ആൾമാറാട്ടം നടന്നുവെന്ന് അതായത് തർക്കം ശരിയായിരുന്നു എന്ന് തെളിഞ്ഞാൽ തർക്കവിധേയനായ ആളെ പോളിംഗ് സ്റ്റേഷൻ പരിസരത്ത് അധികാരിയായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ SHOയെ ഏൽപ്പിക്കുന്നതിനായി നിശ്ചിത ഫോമിലുള്ള പരാതിയോടൊപ്പം അതായത് ലെറ്റർ ഓഫ് കംപ്ലയിന്റ് ടു ദ SHO പോലീസ് പോളിംഗ് സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരന് കൈമാറണം. തർക്കം ഉന്നയിച്ച ആളിൽ നിന്ന് വാങ്ങിയ ഫീസായ 2 രൂപ തിരിച്ചു കൊടുത്ത് ഇദ്ദേഹത്തിന് മുൻപ് നൽകിയ രസീതിന്റെ കൗണ്ടർ ഫോയിലിൽ തുക കൈപ്പറ്റിയതായി എഴുതി വാങ്ങണം. ഇനി തർക്കം ശരിയല്ലായിരുന്നു അതായത് ആൾമാറാട്ടം നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞാൽ രജിസ്റ്റർ ഓഫ് വോട്ട് 17A ഉൾപ്പെടുത്തി വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിക്കണം. ചലഞ്ച് ഫീസായ 2 രൂപ തർക്കം ഉന്നയിച്ച ആൾക്ക് തിരിച്ചു കൊടുക്കരുത്. അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടണം. രസീതിന്റെ കൗണ്ടർ ഫോയിലിൽ കണ്ടുകെട്ടിയിരിക്കുന്നു അതായത് ഫോർഫീറ്റഡ് എന്ന് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടണം. ഇതാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് ഒളിച്ചോടണം. എന്നെ ഓടിച്ചോണ്ട് പോ ചേട്ടായി. എനിക്ക് ആകപ്പാടെ കിട്ടുന്ന 15,000 കുണുകയാ. അത് വെച്ചോണ്ട് എനിക്ക് നിന്നെ ഇങ്ങോട്ട് നോക്ക്. ആ 15,000 കുണുകം കൊണ്ട് എനിക്ക് നിന്നെ ഓട്ടിക്കാൻ പറ്റുമോ? എനിക്ക് ഒരാൾ ഇഷ്ടമായിരുന്നു, അത് വീട്ടിലറിഞ്ഞു, അത് തടഞ്ഞു. നല്ല നോക്കണ്ട, എന്നെ അന്വേഷിക്കണ്ട, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോകണം. ഇനിയുള്ളത് വോട്ടർ ഫ്രം ASD ലിസ്റ്റ്, ആബ്സെന്റി, ഷിഫ്റ്റഡ് ആൻഡ് ഡെഡ് വോട്ടർ ലിസ്റ്റ്. സ്ഥലത്ത് സ്ഥിരതാമസം ഇല്ലാത്തവരോ സ്ഥലം മാറിപ്പോയവരോ മരിച്ചുപോയവരോ ആയ വോട്ടർമാരുടെ പട്ടിക BLOമാരിൽ നിന്ന് വിവരം ശേഖരിച്ച് റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാക്കുന്ന ലിസ്റ്റാണിത്. ഈ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കും. ഈ ലിസ്റ്റിൽ നിന്ന് ആരെങ്കിലും വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ നേരിട്ട് ഇടപെട്ട് എപ്പിക് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് വാങ്ങി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം വോട്ട് ചെയ്യുക. ASD ലിസ്റ്റിൽ നിന്നുള്ള വോട്ടർമാരുടെ ഡിക്ലറേഷൻ വാങ്ങണം. തന്റെ മുൻപാകെ സത്യപ്രസ്താവന ചെയ്തതായി പ്രിസൈഡിംഗ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി ഡിക്ലറേഷൻ സൂക്ഷിക്കണം. രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ ഫോം 17A ഡീറ്റെയിൽസ് എഴുതി ചേർക്കുക. 4ാം കോളത്തിൽ വോട്ടറുടെ ഒപ്പ് കൂടാതെ വിരലടയാളം കൂടി വാങ്ങണം. വിരലടയാളം വാങ്ങൽ നിർബന്ധമാണ്. ASD മോണിറ്റർ ആപ്പിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുക. Request that our armed forces personnel should be allowed to vote at the place of their posting. I, Srishti Niyal from Delhi, request that our armed forces personnel should be allowed to vote. I support voting rights for the army personnel. അടുത്തായിട്ടുള്ളത് വോട്ടിംഗ് ബൈ പ്രോക്സിയാണ്. സർവീസ് വോട്ടർമാരുടെ അതായത് സൈനികർ, അർദ്ധസൈനികർ, എംബസി ഉദ്യോഗസ്ഥർ എന്നിവരുടെ വോട്ട് ചുമതലപ്പെടുത്തിയ ബന്ധുവിന് പ്രോക്സി വോട്ടായി ചെയ്യാം. ഇത്തരം സർവീസ് വോട്ടർമാരാണ് ക്ലാസിഫൈഡ് സർവീസ് വോട്ടേഴ്സ് അഥവാ CSV. സേനാ വിഭാഗത്തിന്റെ തലവന്റെ ശുപാർശ പ്രകാരം ജില്ലാ കളക്ടറാണ് പ്രോക്സി അനുവദിക്കുന്നത്. പ്രോക്സി അനുവദിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ അനുമതി പത്രം പ്രോക്സി വോട്ടർ ഹാജരാക്കണം. പ്രോക്സി നിയോജക മണ്ഡലത്തിലെ താമസക്കാരനും 18 വയസ്സ് തികഞ്ഞ ആളുമായിരിക്കണം. പ്രോക്സിയുടെ ഇടത് കൈയിലെ നടുവിരലിൽ മഷി പുരട്ടണം. പ്രോക്സി വോട്ടർ സ്വന്തം വോട്ട് ചെയ്യുമ്പോൾ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടണം. 17A അഥവാ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ 2ാം കോളത്തിൽ CSV സബ് ലിസ്റ്റ് അനുസരിച്ചുള്ള ക്രമ നമ്പർ എഴുതണം. ആ ക്രമ നമ്പറിനൊപ്പം PV എന്നുകൂടെ ബ്രാക്കറ്റിൽ എഴുതണം. ഉദാഹരണം, CSV സബ് ലിസ്റ്റിൽ 1ാമത്തെ ആളുടെ പ്രോക്സി വോട്ടർ വോട്ട് ചെയ്യുമ്പോൾ 1 ബ്രാക്കറ്റിൽ PV എന്ന് എഴുതണം. റിമാർക്സ് കോളത്തിലും PV എന്ന് രേഖപ്പെടുത്തണം. അടുത്തായിട്ടുള്ളത് ടെസ്റ്റ് വോട്ടാണ്. വോട്ട് ചെയ്ത ശേഷം VVPATൽ വരുന്ന സ്ലിപ്പ് നോക്കിയിട്ട് താൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവുമല്ല സ്ലിപ്പിൽ വരുന്നതെന്ന് ഒരു വോട്ടർ പരാതിപ്പെട്ടാൽ ഫോം ഓഫ് ഡിക്ലറേഷൻ അണ്ടർ റൂൾ 49MAയിൽ സത്യപ്രസ്താവന ഒപ്പ് പതിച്ച് വാങ്ങുകയും തന്റെ മുൻപിൽ വെച്ചാണ് വോട്ടർ സത്യപ്രസ്താവന നടത്തിയെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുകയും ഈ ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ 6 മാസം വരെയുള്ള തടവോ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്തുള്ള ശിക്ഷയോ ലഭിക്കുമെന്ന് വോട്ടറെ ബോധ്യപ്പെടുത്തണം. അയാൾ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് വോട്ട് ചെയ്യണം. അതിനായി ഒരിക്കൽ കൂടി അയാളുടെ വിവരങ്ങൾ 17A രജിസ്റ്റർ ഓഫ് വോട്ട്സിൽ അടുത്ത ക്രമ നമ്പർ ഇട്ട് എഴുതി ചേർക്കണം. ഏജന്റുമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസറുടെയും സാന്നിധ്യത്തിൽ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ കയറി പരസ്യമായി വോട്ട് ചെയ്യാൻ അയാളോട് ആവശ്യപ്പെടുക. ഈ വോട്ടിന് രഹസ്യ സ്വഭാവമില്ല.
ഇപ്രകാരം വീണ്ടും വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നമല്ല പ്രിന്റ് ചെയ്ത് വരുന്നതെങ്കിൽ ഉടൻ വോട്ടിംഗ് നിർത്തിവെക്കണം. റിട്ടേണിംഗ് ഓഫീസറെ ഈ വിവരം അറിയിക്കണം. റിട്ടേണിംഗ് ഓഫീസർ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുക. എന്നാൽ അയാൾ പറഞ്ഞ പരാതി തെറ്റാണെന്ന് തെളിഞ്ഞാൽ അയാളെ പോലീസിൽ ഏൽപ്പിക്കുക. 17A റിമാർക്സ് കോളത്തിൽ ടെസ്റ്റ് വോട്ടെന്ന് രേഖപ്പെടുത്തി വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയുടെ ബാലറ്റിലെ ക്രമനമ്പർ, സ്ഥാനാർത്ഥിയുടെ പേര് എന്നിവയെ രേഖപ്പെടുത്തി വോട്ടറുടെ ഒപ്പും വിരലടയാളം വാങ്ങണം. 17C അക്കൗണ്ട്സ് ഓഫ് വോട്ട്സ് റെക്കോർഡഡ്. അതിൽ ഐറ്റം നമ്പർ 5 ഇതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തുക. ഒരു പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. എല്ലാവർക്കും വളരെ സന്തോഷകരവും വിജയകരവുമായൊരു വോട്ടിംഗ് പ്രോസസ്സ് ആശംസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. ജയ് ഹിന്ദ്.